ഗൈസ് അപ്പം ഗൈസ് ഇന്ന് ഉമ്മച്ചി അടുക്കളയിൽ തകർത്ത പരിപാടി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയി നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ഗൈസ് നെച്ചോറും ബീഫ് കറിയും അവിടെ ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നെച്ചോറിൻ്റെ അരി അവിടെ വെച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ അകത്തേക്ക് ഇടാനുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മളത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് അരി ഇട്ട് കൊടുക്കണം, പെട്ടെന്ന് തിളച്ചുകൂടാൻ അങ്ങോട്ട്. അപ്പോൾ ഗൈസ് തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. നന്നായിട്ട് മൊത്തം വടിച്ച് ഉമ്മച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരി പോലും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല, മൊത്തം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളെന്തോ കൈമ റൈസ് അങ്ങനെ എന്തൊക്കെ ആണ് നമ്മൾ ഇട്ടത്. പ്ലീസ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലിടാനുള്ള സാധനങ്ങളാണ് ഗൈസ്. പ്ലീസ് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇളക്കി മറിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ശേഷം ഗൈസ് നമ്മളത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിന് ശേഷം ഗൈസ് ഉമ്മച്ചിക്ക് തോനെ തുണി കഴുകാനുണ്ടായത്. അപ്പോൾ തുണിയൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ നേരെ വാഷിംഗ് മെഷീനിലേക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ വാഷിംഗ് മെഷീൻ വന്നപ്പം വാഷിംഗ് മെഷീൻ മതി ഗൈസ്. ഇതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്, ഈ തേങ്ങയും ഉള്ളിയും ഇതൊക്കെ. ഇതിന് ശേഷം ഗൈസ് നമ്മളത് പരിപ്പ് കറിയത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം. പരിപ്പ് കറി ഉമ്മച്ചി ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ തേങ്ങ അരിച്ചത് നമ്മൾ നേരെ പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉമ്മച്ചി ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് കറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് നെച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെക്ക് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനാ മിക്സ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കറങ്ങി പോകുന്നത് ഗൈസ്. നന്നായിട്ട് ഞാൻ പിന്നെ മിക്സ് ചെയ്ത് ഉമ്മച്ചി പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊന്നും കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കൂടെ അരിയൊക്കെ തിളച്ച് മറയുന്നു. അപ്പം പിന്നെ ഗൈസ് ഉമ്മച്ചി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, താളിക്കാൻ വേണ്ടിയിട്ട് അത് ഇറക്കി വെച്ചതിന് ശേഷം താളിക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഗൈസ് താളിച്ച് ആ പരിപ്പാറയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഗൈസ് നന്നായിട്ട് പരിപ്പാറയെ മിക്സ് ചെയ്ത് ഇപ്പോഴാണ് ഒറിജിനൽ പരിപ്പാറിൻ്റെ കളർ കിട്ടിയത്. അതിന് ശേഷം ഗൈസ് നമ്മൾ ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ബീഫ് വരട്ടാൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. മസാലയും ബീഫും കൂടി ഒരുമിച്ച് വരട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ നന്നായിട്ട് വരട്ടാൻ വേണ്ടിയും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അമ്മച്ചി എന്ത് ചെയ്തു, നേരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. മിക്സ് ചെയ്തതിൽ എല്ലാം അച്ചടക്കമുള്ള കൊച്ചുങ്ങളായിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഒരു അടുപ്പിലാണെങ്കിൽ ആ ബീഫ് കറിയും ബീഫ് വരട്ടിയതും പിന്നെ ഒരു ഇതിലാണെങ്കിൽ നമ്മളെ നെച്ചോറ് ഇളകി കൊടുക്കുന്നുണ്ട് അമ്മച്ചി നന്നായിട്ടത്. ഇതിൻ്റെ ശേഷം ഗൈസ് ഉണ്ടാവും രണ്ടടുപ്പിൽ രണ്ട് സാധനങ്ങൾ. ഒരു അടുപ്പ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കാണ്. ഇതിനകത്ത് കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഞാൻ അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഗൈസ് മേലിലേക്ക് പോവാണ് ഗൈസ്. എനിക്കൊരു ടെഡി ബിയറിനെ റെഡിയാക്കണം ഗൈസ്. ഇതാണ് സാധനം ഗൈസ്. നമുക്ക് അതിന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഡ്രസ്സൊക്കെ എൻ്റെ അലമാറിൻ്റെ അകത്തായിരിക്കുന്നത് ഗൈസ്. ഇതാണ് എൻ്റെ അലമാര. ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഗൈസ് പിന്നെ ഗൈസ് നമ്മൾ ആ പാവക്കുട്ടി ഗൈസ് നമ്മൾ ഡ്രസ്സ് എടുത്താൻ പോവാണ്. ഒരു ഹായൊക്കെ തന്നു, തിരിച്ചൊരു ഹായ് കൊടുക്കണം. അപ്പോൾ ഗൈസ് നേരെ ശേഷം ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടെടുക്കാൻ പോവുകയാണ് ഗൈസ്. ആദ്യം തന്നെ ഗൈസ് നമുക്ക് ഈ ഒരു ഡ്രസ്സാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഈ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ അപ്പോഴത്തേക്കും ഗൈസ് എല്ലാം ചോറും സാധനം എല്ലാം റെഡിയായി. അപ്പോൾ ഗൈസ് ഞാൻ എന്നുവെച്ചാൽ കഴിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞുതരാം ഗൈസ്. നല്ല ബീഫ് കറിയും പരിപ്പ് കറിയും അച്ചാറും പിന്നെ ബീഫ് വരട്ടിയതും എല്ലാം കൂടി എടുത്ത് ഒരു പിടി പിടിച്ച് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നായിരിക്കും. ബൈ.